കളിമണ്ണ് കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്ന കീഴ്മാട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെ വിരിയുന്നതോ ആധുനികതയും പാരമ്പര്യവും ഇഴചേർന്ന കളിമൺ സൃഷ്ടികളാണ്. ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാവുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ വേള സമുദായത്തിൽ ഉൾപ്പെട്ട ആൾക്കാരായിരുന്നു ഈ കളിമൺ പാത്ര നിർമ്മാണത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നത്. അപ്പം ഇവർ ഈ പാത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാർക്കോ വിൽപ്പനക്കാർക്കോ ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര തുച്ഛമായിട്ട് വിലക്കായിരുന്നു അവർ മേടിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് മന്നാനത്ത് മക്കാർ പിള്ളയെ ഒരു വിവിധോദ്ദേശ സംഘം രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. അങ്ങനെ 500 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി ഈ സ്ഥാപനത്തിന് തുടർന്ന് 1980കളിൽ ഖാദി ബോർഡിന്റെ സഹായം ലഭിച്ചു തുടങ്ങി. ഇങ്ങനെ വളർന്നു വന്ന ഈ സ്ഥാപനം 2025ലും അതിന്റെ എല്ലാ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് തന്നെ തലയുയർത്തി നിൽക്കുന്നു. നമ്മളിവിടെ കണ്ട പോലത്തെ കളിമണ്ണ് കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്നവരിൽ ഒരാളാണ് നമ്മുടെ ശശിയേട്ടൻ. അപ്പോൾ ശശിയേട്ടനോട് തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ പണിപ്പുരയിലാണല്ലേ? അപ്പം ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ആ ഒരു രീതി, ആ മണ്ണ് എടുക്കുന്ന മുതലുള്ള മണ്ണ് ഇവിടെ നമ്മുടെ ഇവിടെ പാടങ്ങളിലൊന്നും ഇവിടെ നാട്ടിൻപുറത്ത് മണ്ണ് കിട്ടിയിരുന്നത്. ഇപ്പം അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ മണ്ണ് തന്നെ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മണ്ണ് വരണം. അതുപോലെ അവിടെ വന്ന് ഇട്ടിട്ട് മണ്ണടിക്കുന്ന മെഷീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ പണിത് ഇവിടെ വച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അട്ടി വയ്ക്കും. അത് ഉണങ്ങി കഴിയുമ്പോൾ അവരെടുത്തുകൊണ്ട് പോകും ചൂളയിലേക്ക്. ഒരു ദിവസം എത്ര മൺചട്ടി വരെ ഉണ്ടാക്കാം? ഏകദേശം 150 ചട്ടിയൊക്കെ പണിയാം. 150 ചട്ടി ഉണ്ടാക്കാം. ഓ, ഒരുപാട് അധ്വാനവും പരിശ്രമവും വേണ്ട ഒരു തൊഴിൽ തന്നെയാണ്. അതെ. നമ്മളിപ്പോൾ ഈ അലുമിനിയം, സ്റ്റീൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നത് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് തിരികെ നമ്മൾ ഈ ക്ലേ പ്രോഡക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടുണ്ട് ഗുണം. ഒന്നെന്ന് പറയുന്നത് നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് നമ്മൾ കണ്ടപോലെ ശശിയേട്ടനെ പോലെയുള്ള കളിമണ്ണ് കൊണ്ട് കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, അവർക്കൊരു കൈത്താങ്ങും കൂടെ ആയിരിക്കും ഇത്. ഇതുപോലുള്ള ഓരോ പാത്രങ്ങളും നമുക്ക് വെറും ഒരു മൺപാത്രമായിരിക്കും, പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇതൊരു ജീവിതമാണ്. ഇങ്ങനെയാണ് ഓരോ മൺപാത്രം ഉണ്ടാക്കുന്ന പോലെ അവരവരുടെ ജീവിതം നിർമ്മിച്ചെടുക്കുന്നത്.